ഒരു നടനെ മനസ്സിൽ കണ്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നു, ആ നടൻ്റെ ഡേറ്റ് കിട്ടാതെ മറ്റൊരു നടൻ്റെ അടുത്ത് പോകുന്നു, അതും നടക്കുന്നില്ല, അവസാനം മറ്റൊരു നടൻ്റെ അടുത്ത് പോകുന്നു. ആ ഒരു സിനിമ സംഭവിക്കുന്ന സിനിമ സൂപ്പർ ഹിറ്റ് ആവുന്നു, ആ നടന് നാഷണൽ അവാർഡ് കിട്ടുന്നു. ഇങ്ങനെ കുറേ പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു സിനിമ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള സിനിമ തന്നെയാണ്. എന്നാലും ആ ഒരു സിനിമയെക്കുറിച്ചിട്ടുള്ള കുറച്ച് രസകരമായിട്ടുള്ള കഥകളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്രഹ്മാണ്ഡ സിനിമകളുടെ സംവിധായകൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഒരു പേര് ശങ്കർ തന്നെയായിരിക്കും. ഇപ്പോൾ കുറച്ച് എന്താ പറയുക ക്ഷീണത്തിലൊക്കെ ആണെങ്കിലും ഒരു കാലത്ത് ശങ്കർ എന്നും എന്താ പറയുക ഒരു ശങ്കർ തന്നെയായിരുന്നു. അപ്പോൾ ശങ്കറിൻ്റെ എന്താ പറയുക ശങ്കർ പേരെടുത്ത ഒരു സിനിമ, ശങ്കറിൻ്റെ ആദ്യത്തെ ഒരു സിനിമയോടുകൂടി തന്നെ ഒരു വലിയൊരു പേരെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ജെന്റിൽമാൻ എന്ന് പറഞ്ഞ സിനിമ. ജെന്റിൽമാൻ കഴിഞ്ഞിട്ട് ശങ്കർ ശരിക്കും ഒരു സ്ക്രിപ്റ്റ് എഴുതിയിരുന്നു. അത് പെരിയ മനുഷ്യൻ എന്നായിരുന്നു ആ ഒരു സിനിമയ്ക്ക് ഇട്ട പേര്. അതന്ന് രജനീകാന്തിനെ വെച്ചാണ് അന്ന് ശങ്കർ പ്ലാൻ ചെയ്തത്. ഇപ്പോൾ രജനീകാന്തിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നു, പക്ഷേ അത് പല കാരണങ്ങൾ കൊണ്ട് അത് സംഭവിച്ചില്ല. ഇതിൻ്റെ ഇടയ്ക്ക് കാതലൻ എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ സംഭവിച്ചു. ഇങ്ങനെ പെരിയ മനുഷ്യൻ കൊണ്ട് ഇങ്ങനെ ആ ഒരു സബ്ജക്റ്റൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കണം. അപ്പോൾ രജനീകാന്തിൻ്റെ ഡേറ്റ് കിട്ടാതെ പിന്നെ അന്ന് ഡോക്ടർ രാജശേഖർ എന്ന് പറയുന്ന തമിഴിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. തെലുങ്കിലൊരു വലിയൊരു സ്റ്റാറാണ്. 90s ഒരുപാട് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അധികം സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാജശേഖറിനെ വെച്ചിട്ട് ചെയ്യുന്നു. അതായത് അതിലൊരു അച്ഛൻ മകൻ ക്യാരക്ടർ. അപ്പോൾ രാജശേഖർ അച്ഛൻ മകനായിട്ട് നാഗാർജുനയോ അങ്ങനെയുള്ള ഏതെങ്കിലും അന്നത്തെ ഒരു യുവ നിരയിൽ നിൽക്കുന്ന ഒരു നടനെ ആലോചിച്ചിട്ടൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ അതുമൊന്നും സംഭവിച്ചില്ല. അങ്ങനെ ആ സ്ക്രിപ്റ്റ് കൊണ്ട് ശങ്കർ നമ്മുടെ കമലഹാസൻ്റെ അടുത്ത് എത്തുന്നു. അങ്ങനെ കമലഹാസൻ്റെ അടുത്ത് എത്തി ആ ഒരു പ്രൊജക്റ്റ് ഓടാവുന്നു. അച്ഛൻ വേഷം മകൻ വേഷം കമലഹാസൻ ചെയ്യാമെന്ന് നിൽക്കുന്നു. ആ ഒരു സിനിമയാണ് നമ്മൾ ഇന്നും ഓർക്കുന്ന ഇന്ത്യൻ. കമലഹാസൻ്റെ അടുത്ത് ആദ്യം പോകുമ്പോൾ കമലഹാസൻ അന്നൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു. കമലം ഇതുപോലത്തെ ഒരു വേഷമൊക്കെ മുമ്പും കമലഹാസൻ ചെയ്തിട്ടുണ്ട്. ഈ അച്ഛൻ മകൻ ഒരു കോൺഫ്ലിക്റ്റ് എന്താ പറയുക ചെറിയൊരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധനം ഉണ്ടല്ലോ, നമുക്കറിയാം. ആ ഒരു സിനിമ കണ്ടവർക്ക് അറിയാം. അവസാനം ആ ഒരു ക്യാരക്ടർ മകനെ കൊല്ലുന്ന ഒരു ക്യാരക്ടറൊക്കെയാണ് അതിൻ്റെ ഒരു ക്യാരക്ടർ. അതായത് അദ്ദേഹം അനീതിക്കെതിരെ പോരാടുന്ന ഒരു ക്യാരക്ടറാണ് അതിൽ കമൽഹാസൻ്റെ ക്യാരക്ടർ. പക്ഷേ അവസാനം എന്താ പറയുക ഒരുവിധം കമൽഹാസനെ കൺവിൻസ് ചെയ്യിപ്പിച്ചു, ആ ഒരു സിനിമ ചെയ്തു. അപ്പോൾ നമുക്കറിയാം ആ ഒരു സിനിമയ്ക്ക് വേണ്ടി അന്ന് ശങ്കർ അന്ന് എല്ലാം ബ്രഹ്മാണ്ഡ സിനിമകൾ അന്നും ചെയ്യുന്നതാണ്. അന്ന് ഇപ്പോൾ എന്താ പറയുക അതുവരെയുള്ള തമിഴ് സിനിമകളുടെ എല്ലാ ബഡ്ജറ്റിൽ റെക്കോർഡൊക്കെ ബ്രേക്ക് ചെയ്ത് ഭയങ്കരമായിട്ട് ബഡ്ജറ്റിൽ വലിയ ക്യാൻവാസിൽ സിനിമകളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശങ്കർ. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അന്ന് സ്റ്റാർ കാസ്റ്റ് ആണെങ്കിലും ആദ്യം ഐശ്വര്യ റോയിനെയാണ് അന്ന് ഉദ്ദേശിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു ഐശ്വര്യ റോയുടെ ഡെബ്യൂ മൂവിയായിട്ട് പ്ലാൻ ചെയ്ത ഐശ്വര്യ റോയ് എന്നും ഒരു ഈ പറഞ്ഞ പോലെ മിസ് ഇന്ത്യ ഒക്കെ ആയി നിൽക്കുന്ന അങ്ങനെ ഫേമസ് ആയി നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഐശ്വര്യ റോയ് അന്ന് അത് എന്താ പറയുക അത് വർക്കായില്ല. കാരണം ഐശ്വര്യ റോയ്ക്ക് അത് വേറെ കുറേ കമ്മിറ്റ്മെൻറ്റ്സ് സിനിമയിലല്ല അന്ന് അഡ്വർടൈസിങ് കമ്മിറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഐശ്വര്യ റോയ് അത് ചെയ്തില്ല. അങ്ങനെയാണ് പിന്നീട് അതിലോട്ട് എന്താ പറയുക ആ റോളിലേക്കാണ് പിന്നീട് മനീഷ കൊയ്രാള വരുന്നത്. മനീഷ കൊയ്രാളയെ നമുക്കറിയാം അതിൽ ഒരു മെയിൻ ക്യാരക്ടറാണ്. പിന്നെ അതിൽ ഊർമിളയുടെ ഒരു ക്യാരക്ടറുണ്ട്. അതും നമുക്ക് രണ്ടും നായികമാർ തന്നെ പറയാം. പക്ഷേ മനീഷയാണ് ശരിക്കും അതിലൊരു കമലഹാസൻ്റെ നായിക ആ സിനിമ കണ്ടവർക്ക് അറിയാം. അങ്ങനെ ഊർമിളയും അത് അന്ന് രംഗീലയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ആ ഒരു ലെവലിൽ നിൽക്കണം. അതിന് മുമ്പ് ഊർമിള നമ്മളെ മലയാളത്തിലും അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ രംഗീല എന്ന് പറയുന്ന ആ ഒരു ഒറ്റ സിനിമ ഊർമിളനെ വേറൊരു ലെവൽ കൊണ്ടെത്തിച്ചു. എനിക്ക് തോന്നുന്നു ഒരു പാൻ ഇന്ത്യൻ ലെവൽ തന്നെ പറയാം. അതായത് ഇന്ത്യ മുഴുവനും അവരെ അറിയപ്പെട്ടു തുടങ്ങിയത് ആ രംഗീല എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷമാണ്. അങ്ങനെ മനീഷ കൊയ്രാളയും വരുന്നു, ഊർമിളയും വരുന്നു, രണ്ടുപേരും അതിലെ നായികമാരാവുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കറിയാം അതിൽ ആ പ്രായമായിട്ടുള്ള ആ അമ്മയുടെ വേഷം അത് ഫ്ലാഷ് ബാക്കിലും വരണം, ഇപ്പോൾ എന്താ പറയുക പുതിയ കാലഘട്ടത്തിലേക്കും വരണം. അത് സുകന്യയാണ് ഇപ്പോൾ ചെയ്തത്. അതിൽ സുകന്യയുടെ മേക്കപ്പ് ഒക്കെ നമുക്കറിയാം. കമൽഹാസൻ്റെ മേക്കപ്പ്, അതായത് കമൽഹാസൻ്റെ സുകന്യയുടെ ഒക്കെ മേക്കപ്പിനൊക്കെ വേണ്ടി പുറത്തുനിന്നുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ടൊക്കെയാണ് അതിൽ വർക്ക് ചെയ്തത്. എത്രയോ മണിക്കൂറുകളൊക്കെയാണ് കമൽഹാസൻ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കമൽഹാസൻ അങ്ങനെയാണ് നമുക്കറിയാം. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇതുപോലെ ഒരു ക്യാരക്ടറിന് വേണ്ടി ഫിസിക്കലി എന്താ പറയുക ഒരു മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ഒരുപാട് എഫേർട്ട് ഇടുന്ന അത് പണ്ട് മുതലേ 80s മുതലേ കമൽഹാസൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപൂർവ സഹോദരങ്ങൾ പോലത്തെ സിനിമകൾക്കൊക്കെ വേണ്ടി ഒക്കെ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആ ഒരു റോള് സുകന്യയാണ് ചെയ്തത്. ശരിക്കും അതിലേക്ക് അന്ന് രാധിക എന്താ പറയുക രാധിക ശരത്കുമാറിനെയായിരുന്നു അന്ന് ആലോചിച്ചിരുന്നത്. പക്ഷേ രാധിക്ക് അന്ന് വേറെ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായതുകൊണ്ട് പിന്നീട് ഉർവശിനെ ആലോചിച്ചു. പക്ഷേ എത്രത്തോളം സത്യമെന്ന് അറിയില്ല. ഉർവശി വന്നിട്ട് അതിൽ ഉർവശി എന്തോ ഒരു ദിവസം അഭിനയിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പിന്നീട് ശങ്കറിനായിട്ട് എന്തോ ഒരു കോൺഫ്ലിക്റ്റ് വന്നിട്ട് ഉർവശി മാറി. പിന്നെയാണ് അതിലോട്ടാണ് സുകന്യ വരുന്നത്. പിന്നെ നെടുമുടി വേണു. അത് നെടുമുടി വേണുവിന് അതിൽ കാസ്റ്റ് ചെയ്യണം എന്നുള്ളത് കമൽഹാസന് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് നെടുമുടി വേണു അതിലൊരു ഗംഭീരമായിട്ട് ചെയ്തു. നാസറാണ് നെടുമുടി വേണുവിന് വേണ്ടിയൊക്കെ അതിൽ ഡബ് ചെയ്തത്. പക്ഷേ ആ ഒരു നെടുമുടിയുടെ ക്യാരക്ടർ പിന്നീട് ഇന്ത്യൻ 2-ൽ വന്ന് നമുക്കറിയാം കുറച്ച് ദിവസം അഭിനയിച്ചിട്ട് ശേഷമാണ് നെടുമുടി മരിച്ചത്. പിന്നീട് എന്താ പറയുക നമ്മുടെ ഇവിടുത്തെ നന്ദു പൊതുവാൾ എന്ന് പറയുന്ന നടനാണ് അത് ചെയ്തത്. പിന്നീട് ഇതൊക്കെ വെച്ചിട്ടൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിരുന്നു. പക്ഷേ അത് നമുക്കറിയാം ഇന്ത്യൻ 2 വളരെ മോശം അഭിപ്രായവും ആവശ്യമില്ലായിരുന്നു അങ്ങനെ ഒരു സീക്വൽ എന്നൊക്കെയാണ്
കണ്ടോ എല്ലാവരും പറഞ്ഞത് പൊതുവഭിപ്രായം തന്നെയായിരുന്നു. ഇനിയിപ്പോൾ ഇന്ത്യൻ 3 വരണമെന്ന് കേൾക്കുന്നു, പക്ഷേ പിന്നീട് അതിനെക്കുറിച്ചൊന്നും കേട്ടില്ല. കാരണം ഇന്ത്യൻ 2 ചെയ്തിരുന്നു കഴിഞ്ഞപ്പോൾ അത് വലിയൊരു ക്യാൻവാസിൽ വന്ന അവസാനം അത് 2 പാർട്ടാക്കി. ഇന്ത്യൻ 3 ഇന്ത്യൻ 2വിനെക്കാട്ടും ഗംഭീരമായിരിക്കുമെന്നാണ് കമൽഹാസൻ പറഞ്ഞത് ഇന്ത്യൻ 2വിൻ്റെ പ്രൊമോഷൻ സമയത്ത്. പക്ഷേ ഇന്ത്യൻ 3 ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പക്ഷെ അത് ഇറങ്ങുമായിരിക്കും, ഇറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ, ചെയ്തു വെച്ച ഒരു സിനിമ അവർക്ക് ഇറക്കിയല്ലേ പറ്റുള്ളൂ. എന്തായാലും കമ്മിങ് ബാക്ക് ടു ഇന്ത്യൻ, അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക ഭയങ്കര സ്റ്റാർ കാസ്റ്റിലൊക്കെയാണ് ആ ഒരു സിനിമ ചെയ്തത്. അതുവരെയുള്ള എന്താ പറയുക എല്ലാ ബഡ്ജറ്റും ശരിക്ക് ബ്രേക്ക് ചെയ്തിട്ട്, അതായത് ഇതിലിപ്പോൾ ഒരു റിപ്പോർട്ട്, ഞാൻ ഇതിലൊരു ന്യൂസ് റിപ്പോർട്ടുണ്ട്. അന്നത്തെ ഒരു ന്യൂസ് റിപ്പോർട്ടിൽ വെച്ചിട്ട് ഇതിൽ അന്ന് ഏകദേശം 15 കോടി രൂപയാണ് ഇവരന്ന് എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതിൽ ആ ഒരു പാട്ട് സീനുണ്ട്, ഇതിൽ എനിക്ക് തോന്നുന്നു ഇതിൽ അകടാനു നാങ്ക എന്ന് പറയുന്ന ആ ഒരു സോങ് ഒക്കെ ഉണ്ട്. ആ ഒരു സോങ്ങിന് മാത്രം സ്പെൻഡ് ചെയ്തത് 1.5 കോടി രൂപയാണെന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുക എല്ലാ സോങ്സും ഗംഭീരമായിട്ടാണ് എടുത്തിരിക്കുന്നത്. റഹ്മാൻ്റെ സോങ്സ് ഒക്കെയാണ് അന്നൊക്കെ ശരിക്കും എന്താ പറയുക റഹ്മാൻ്റെ ഒരു പ്രതാപ കാലം എന്ന് തന്നെ പറയാം. അതേപോലത്തെ റഹ്മാൻ്റെ ഏത് പാട്ട് ചെയ്ത് കഴിഞ്ഞാലും ഹിറ്റാണ്. റഹ്മാൻ്റെ പാട്ടുകൾക്ക് ഒരു മാർക്കറ്റ് ഉണ്ട്. അതായത് നായകൻ്റെയും സംവിധായകൻ്റെയും ഇവരുടെയൊക്കെ തല പോലെ തന്നെ റഹ്മാൻ്റെയും വലിയൊരു തല. റഹ്മാൻ്റെ എന്താ പറയുക ആ ഒരു പോസ്റ്ററിൽ പലപ്പോഴും യുവതാരങ്ങളാണെങ്കിൽ അവരെക്കാട്ടും വലിയ തലയായിരിക്കും റഹ്മാൻ. പണ്ട് ഇളയരാജയുടെയൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ അത് അനിരുദ്ധ് വരെയൊക്കെ എത്തി നിൽക്കുന്നു. നമുക്കറിയാം ഒരു അനിരുദ്ധിൻ്റെ മ്യൂസിക് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ആ ഒരു ബിസിനസ് എന്നുള്ളത്. അതേപോലെ തന്നെയായിരുന്നു റഹ്മാൻ അന്ന്. പിന്നെ ഈ ഒരു സിനിമയിൽ വളരെ രസകരമായിട്ടുള്ള കാര്യം വെച്ചാൽ ഇതിൽ മനീഷ കൊയ്രാളയും ഊർമിളയും ഇവർ രണ്ടുപേർക്കും ഡബ് ചെയ്തത് നമുക്ക് ഏറെ പ്രിയപ്പെട്ട എന്താ പറയുക ഇവരെക്കാട്ടൊക്കെ സീനിയർ ആയിട്ടുള്ള 2 ആർട്ടിസ്റ്റുകളാണ്. അതായത് മനീഷ കൊയ്രാളയ്ക്ക് ഡബ് ചെയ്തത് രോഹിണിയാണ്. രോഹിണി പിന്നീട് ഒരുപാട് പേർക്ക് ഡബ് ചെയ്തിട്ട് നല്ല അറിയപ്പെടുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. അവർ നല്ലൊരു അഭിനേത്രിയാണ്, അതിനോടൊപ്പം തന്നെ മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റും കൂടിയാണ്. എനിക്കൂടെ ഐശ്വര്യയ്ക്കൊക്കെ രാവണിലൊക്കെ ഡബ് ചെയ്തിട്ടുള്ള രോഹിണിയാണ്. പിന്നെ ഊർമിളയ്ക്ക് ഡബ് ചെയ്തത് ഭാനുപ്രിയയാണ്. അപ്പോൾ അത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കൗതുകം തന്നെയാണ്. കാരണം അറിയപ്പെടുന്ന 2 നായികന്മാർ പിന്നെ അവരെക്കാട്ടും ജൂനിയർ ആയിട്ടുള്ള 2 നായികന്മാർക്ക് വേണ്ടി ഡബ് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം ഇവർക്ക് ഭാഷ ഇപ്പോൾ ഊർമിളയിലും മനീഷയിലും അവരുടെ ഒന്നും തമിഴ് അത്ര ഫ്ലുവൻ്റ് അല്ലാത്തത് കൊണ്ട് എന്താ പറയുക ഇവരുടെ വോയിസ് കുറച്ചുകൂടി നല്ല സ്ഫുടമായിട്ടുള്ള വോയിസ് ആവശ്യം തന്നെയാണ്. ആ ഒരു ക്യാരക്ടർ നമുക്ക് ഒരു ഫീൽ കിട്ടാനൊക്കെ പലപ്പോഴും ഡബ്ബിങ് മോശമാവുമ്പോൾ അന്യഭാഷയിലെ നടിമാർ വരും. നമ്മുടെ മലയാളത്തിലാണെങ്കിൽ കൂടി ഡബ്ബിങ് മോശമാകുമ്പോൾ നമുക്കതൊരു വല്ലാത്തൊരു മോശം നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. എന്തായാലും ഈ ഒരു സിനിമ 96 സമ്മർ വെക്കേഷനിൽ ഒരു മെയ് സീസണിൽ ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നു അത് കേരളത്തിലും 100 ദിവസത്തിന് മുകളിലൊക്കെ ആ ഒരു സിനിമ ഓടിയിട്ടുണ്ട്. കുറേ എന്താ പറയുക എല്ലാ സെൻറ്റേഴ്സിലും ഒരുപാട് ഓടിയതാണ്. അന്ന് ആ വർഷം തന്നെയാണ് അവേ ഷൺമുഖിയും ഇറങ്ങിയത്. രണ്ടും ഇവിടെ നല്ല എന്താ പറയുക വിജയം തന്നെയായിരുന്നു. ഈ ഒരു സിനിമയ്ക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കമലഹാസന് നാഷണൽ അവാർഡ് ബെസ്റ്റ് ആക്ടർ കിട്ടിയിട്ടുണ്ട്. പിന്നെ തോട്ടധരണിക്ക് അന്ന് ബെസ്റ്റ് ആർട്ട് ഡയറക്ടർ അവാർഡ് കിട്ടി. പിന്നെ അതിൽ ബെസ്റ്റ് എഫക്ട്സ് സ്പെഷ്യൽ എഫക്ട്സിന് ST വെങ്കി എന്ന് പറഞ്ഞാൽ ഇവർക്കും ഇങ്ങനെ 3 നാഷണൽ അവാർഡാണ് കിട്ടിയത്. പിന്നെ സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട്. കമലഹാസന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. AM രറ്റത്തിന് ബെസ്റ്റ് സിനിമ, അതായത് ബെസ്റ്റ് ഫസ്റ്റ് പ്രൈസ്, അതായത് ബെസ്റ്റ് ആദ്യത്തെ സിനിമ, രണ്ടാമത്തെ സിനിമ, അങ്ങനെയൊക്കെ സ്റ്റേറ്റ് അവാർഡ് കൊടുക്കാറുണ്ട്. അതിൽ ബെസ്റ്റ് സിനിമയ്ക്ക് അതിൻ്റെ നിർമ്മാതാവ് AM രറ്റിന് കിട്ടി. പിന്നെ ഫിലിം ഫെയർ അവാർഡും കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബെസ്റ്റ് ആക്ടറും ബെസ്റ്റ് എന്താ പറയുക ബെസ്റ്റ് സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടിയിട്ട് ഈ സിനിമ ശരിക്ക് എന്താ പറയുക നമ്മൾ എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യൻ 2 ഇറങ്ങുന്നതിന് മുമ്പ് ഇത് വീണ്ടും റിലീസ് ചെയ്തിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു 2024 ഇത് റിലീസ് ചെയ്തപ്പോൾ 600 സ്ക്രീനിൽ വേൾഡ് വൈഡ് റിലീസ് ചെയ്തത്. പണ്ട് അത്രയൊന്നും ഇല്ല നമുക്കറിയാം. പക്ഷേ പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ അത് വേൾഡ് വൈഡ് 600 സ്ക്രീനിൽ അത് വീണ്ടും റിലീസ് ചെയ്തിട്ടുണ്ട്. അത് കുഴപ്പമില്ലാതെ ഓടിയെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഒരു ഇന്ത്യൻ 2-ന് മുന്നോടിയായിട്ടാണ് അവരത് ഇറക്കിയിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ സീക്വൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സീക്വൽ ഇറങ്ങി. പക്ഷേ ശങ്കറിന് പണ്ട് 2008 ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് ശങ്കറിന് തന്നെ ഇന്ത്യൻ, മുതൽവൻ, ശിവാജി ഈ 3 സിനിമകൾ നമുക്കറിയാം. ഈ 3 സിനിമകളും സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള സിനിമകളാണ്. ഇതിൽ ശിവാജി രജനീകാന്തിൻ്റെ പൂണ്ടുവിളയാട്ടമാണ്. ശങ്കറിൻ്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ കളക്ഷൻ കിട്ടിയ അതുവരെയുള്ള സിനിമ ശിവാജി ആയിരുന്നു. അത് തമിഴ് സിനിമയുടെ തന്നെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തൊരു സിനിമയൊക്കെ തന്നെയായിരുന്നു ശിവാജി. ഇതിലെ 3 ക്യാരക്ടേഴ്സിനെയും വെച്ചിട്ട് ഇന്ത്യയിലെ കമലഹാസൻ്റെ ക്യാരക്ടർ, ഈ മുതൽവൻ അർജുൻ്റെ ക്യാരക്ടർ, ശിവാജിയിലെ രജനീകാന്തിൻ്റെ ക്യാരക്ടർ, ഈ ക്യാരക്ടേഴ്സ് എല്ലാം വെച്ചിട്ട് ഒരു എന്താ പറയുക ഒരു സ്പിൻ ഓഫ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സിനിമ പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ അത് വർക്കായില്ല. കാരണം അത് ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം ഇവരെല്ലാ താരങ്ങളും ഒരുമിച്ച് കൊണ്ടുവരണം. അതുപോലത്തെ സ്ക്രിപ്റ്റ് ആയിരിക്കണം. ഒരാൾക്ക് പ്രാധാന്യം കുറയുക, ഒരാൾക്ക് പ്രാധാന്യം കൂടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പാളിപ്പോകുന്നതാണ്. നമുക്കറിയാം 2020 എന്ന് പറഞ്ഞ സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും അത് സംഭവിച്ചില്ല. എന്തായാലും ഇന്ത്യൻ എന്നും ഇന്ത്യൻ തന്നെയാണ്. നമുക്ക് ഇന്ത്യൻ 2, ഇന്ത്യൻ 3 ഒക്കെ എന്തായാലും ഇന്ത്യൻ എന്ന് പറയുന്നൊരു സിനിമ എന്നും നമ്മൾ ഓർക്കുന്നൊരു സിനിമയാണ്. അത് പാട്ടുകളായാലും മേക്കിംഗ് ആയാലും പെർഫോമൻസ് ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നിങ്ങൾ അന്ന് തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയാം. ഇനിയിപ്പോൾ ഇന്ത്യൻ 3 ഇറങ്ങാൻ പോകുന്നുണ്ട്. ഇന്ത്യൻ 3 ഇറങ്ങണോ വേണ്ടയോ എന്താണ് എന്നുള്ളത് അതിനെക്കുറിച്ച് നമുക്ക് കമൻറ്റ് ചെയ്യാം.